Good morning, everybody. Welcome to our English class. Do you remember our last class? We studied a poem in that class. Do you remember the name of poem? The Mountain and the Squirrel, written by Ralph Waldo Emerson. What is the main idea of the poem? What is the main idea? Everyone has his or her talent. Every being on this earth is equally important. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു കഴിവുണ്ട്. എല്ലാവരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ലെറ്റ് us read the poem again. നമുക്ക് വീണ്ടും ഒന്നും കൂടി നോക്കാം. പോയം ഒന്നും കൂടി നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. All of you take your textbook page number 75. പേജ് നമ്പർ 75 എടുക്കാം. The mountain and the squirrel. The mountain and the squirrel had a quarrel, and the former called the latter Little Prig. One replied, "You are doubtless very big, but all sort of things and weather must be taken in together to make up a year and a spare, and I think it no disgrace to occupy my place. If I am not so large as you, you are not so small as I, and not half so spry. I will not deny you make a very pretty squirrel track. Talents differ, all is well and wisely put. If I cannot carry forests on my back, neither can you crack a nut." Last class I told you the poem is in the form of a conversation between the squirrel and the mountain. പോയം ഒരു കോൺവെർസേഷൻ രൂപത്തിലാണ്. സ്ക്വിരലും മൗണ്ടനും തമ്മിലുള്ള ഒരു സംഭാഷണത്തിൻ്റെ രൂപത്തിലാണെന്ന്. അവർ തമ്മിലുള്ള സംഭാഷണമാണ് ഈ പോയം. നമുക്ക് ഒരിക്കൽ കൂടി അതിൻ്റെ മീനിങ് നോക്കാം. The mountain and the squirrel had a quarrel. One day the mountain and squirrel had a quarrel. The former called the latter Little Prig. What is the reason for the quarrel? Quarrel means വഴക്കായി. എന്താണ് വഴക്കിൻ്റെ കാരണം? The former ആദ്യം പറഞ്ഞ ആൾ, ഇവിടെ ആദ്യം പറഞ്ഞ ആൾ മൗണ്ടനാണ്. മൗണ്ടൻ കോൾഡ് ദ ലേറ്റർ രണ്ടാമത്തെ ആളെന്നെ എന്ത് വിളിച്ചു? ലിറ്റിൽ പ്രിഗ്, ചെറിയ കീടമേ എന്ന് കളിയാക്കി വിളിച്ചു. ബൺ റിപ്ലൈഡ്. ബൺ മീൻസ് സ്ക്വിരലിൻ്റെ പേരാണ് ബണ്ണ്. ബൺ റിപ്ലൈഡ്, "You are doubtless very big. You are very big. I agreed. ഞാൻ അത് സമ്മതിക്കുന്നു. നിങ്ങൾ വളരെ വലുതാണ്. But all sort of things and weather must be taken in together to make up a year." But all sort of things, എല്ലാ സാധനങ്ങളും, വെതർ കാലാവസ്ഥയും, മസ്റ്റ് ബി ടേക്കൺ ഇൻ ടുഗദർ ഒരുമിച്ച് കൂടിച്ചേർന്നാൽ, ടു മേക്ക് അപ്പ് എ ഇയർ ആൻഡ് എ സ്പെയർ ഈ ഭൂമിയിലെ ഒരു വർഷം തികയുള്ളൂ. ഒരു വർഷം തികയാൻ എല്ലാ കാര്യങ്ങളും, ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും കാലാവസ്ഥയും എല്ലാതും കൂടിച്ചേർന്നാൽ മാത്രമേ സ്പെയർ ഭൂമിയിലെ ഒരു വർഷം തികയുള്ളൂ. And I think it no disgrace to occupy my place. എന്നാൽ I think it no disgrace അപമാനിക്കുക, എൻ്റെ സ്ഥലത്തിന്, എൻ്റെതിന് അതൊന്നും അപമാനിക്കുകയില്ല. occupy my place, ആർക്കും എൻ്റെ സ്ഥലം, എൻ്റെ ഒരു പ്ലേസിനെ കൈവശപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. ഈ ഭൂമിയിൽ എനിക്കും എൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ട്. If I am not so large as you, you are not small as I. If I am not so large as you, ഞാൻ നിങ്ങളുടെ അത്ര വലുതല്ല. You are not so small as I, നിങ്ങൾ എൻ്റെ അത്രയ്ക്കും ചെറുതല്ല. And not half so spry എന്ന് പറഞ്ഞാൽ ഫുൾ എനർജി, മുഴുവനായിട്ടുള്ള എനർജി ഉള്ളത്. ഞാനൊരു പകുതി എനർജിയുള്ള ആളല്ല. ഞാനും എൻ്റേതായിട്ടുള്ള ഒരു സ്ക്വിരൽ എന്ന രൂപത്തിൽ ഞാനും ഒരു ഫുൾ എനർജിയാണ്. ഞാനും ഒരു ഫുള്ളാണ്. I will not deny you make a very
pretty squirrel track. I will not deny the very pretty squirrel track you make. സ്ക്യൂരലിന് ഒരു ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഒരു വഴി മൗണ്ടനിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. മൗണ്ടൻ അതിനെ ഞാൻ ഒരിക്കലും ഡിനൈ ചെയ്യുന്നില്ല, എതിർക്കുന്നില്ല. ഒരുപാട് ഉപകാരങ്ങൾ മൗണ്ടൻ സ്ക്യൂരലിന് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്, മൗണ്ടനിൽ ഒരു ലോട്ട് ഓഫ് ട്രീസ് ഉണ്ട് എന്നറിയാമല്ലേ. കാരണം ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്, അതിൽ കൂടെ നടക്കാനും സഞ്ചരിക്കാനൊക്കെ സ്ക്യൂരലിന് സാധിക്കും. അതിനൊക്കെ സ്ക്യൂരൽ എന്താണ്, മൗണ്ടനോട് താങ്ക്ഫുള്ളാണ്, നന്ദിയുണ്ട്. പക്ഷെ എന്താണ്, ഞാൻ നിന്നേക്കാളും പകുതി എനർജിയാണെന്നൊന്നും പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കില്ല. എനിക്ക് നിന്നോട് വളരെ നന്ദിയുണ്ട്. ടാലൻസ് ഡിഫർ, ഓൾ ഈസ് വെൽ ആൻഡ് വൈസ്ലി പുട്ട്. ടാലൻസ് ഡിഫർ, കഴിവുകൾ വ്യത്യസ്തമാണ്. ഞാൻ നിൻ്റെ അത്ര ബിഗ് അല്ല, നീ എൻ്റെ അത്ര സ്മോൾ അല്ല. നിൻ്റെ കഴിവും എൻ്റെ കഴിവുകളും വ്യത്യാസമാണ്. ഓൾ ഈസ് വെൽ ആൻഡ് വൈസ്ലി പുട്ട്, എല്ലാ കഴിവുകളും നല്ലതാണ്. വൈസ്ലി ക്രിയേറ്റഡ് ബൈ ഗോഡ്, ദൈവം ബുദ്ധിപൂർവ്വം സൃഷ്ടിച്ചതാണ് ഓരോരോ ജീവജാലങ്ങളെയും. ഇഫ് ഐ കനോട്ട് ക്യാരി ഫോറസ്റ്റസ് ഓൺ മൈ ബാക്ക്, നൈദർ ക്യാൻ യു ക്രാക്ക് എ നട്ട്. ഐ കനോട്ട് ക്യാരി ഫോറസ്റ്റസ് ഓൺ മൈ ബാക്ക്, എനിക്ക് ഒരു മലകളെ ചുമന്ന് നിൽക്കാനൊന്നും, എനിക്ക് കുറേ വൃക്ഷങ്ങളെ ചുമന്ന് നിൽക്കാനൊന്നും പറ്റില്ല. നൈദർ ക്യാൻ യു ക്രാക്ക് എ നട്ട്, നിനക്ക് ഒരു നട്ട് കടിച്ചു പൊട്ടിക്കാൻ, കാർന്ന് തിന്നാനൊക്കെ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. എന്നെ പോലെ ഒരു നട്ടിനെ കടിച്ചു പൊട്ടിക്കാൻ പറ്റുമോ, കാർന്ന് തിന്നാനൊക്കെ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, all of you take your textbook again, page number 75. Read the poem again silently. Finish. Did you write the difficult words in your notebook? നിങ്ങൾ ഡിഫിക്കൾട്ട് വേർഡ്സ് എഴുതിയോ? എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതാട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കിടക്കാം. ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 76. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടീച്ചർ നോട്ട് എഴുതി തരാം, അത് സെൻഡ് ചെയ്യുമ്പോൾ അതിൽ നോക്കി എഴുതിയാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മെയ്ഡ് ദ സ്ക്യൂരൽ ആംഗ്രി? വാട്ട് മെയ്ഡ് ദ സ്ക്യൂരൽ ആംഗ്രി? സ്ക്യൂരലെ ദേഷ്യം വരാൻ എന്താണ് കാരണം? എന്താ കാരണം? ദ മൗണ്ടൻ കോൾഡ് ദ സ്ക്യൂരൽ ലിറ്റിൽ പ്രിഗ്. ദ മൗണ്ടൻ കോൾഡ് ദ സ്ക്യൂരൽ ലിറ്റിൽ പ്രിഗ്. ദ സ്ക്യൂരൽ സ്പീക്ക് ഓഫ് എ സ്പെയർ. വാട്ട് ഡസ് ഇറ്റ് മീൻ? പോയത്തിലെ സ്ക്യൂരൽ ഒരു സ്പെയർ എന്നുള്ള വേർഡ് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താണ് അതിൻ്റെ മീനിങ് എന്ന്? ആൻസർ, ഹിയർ സ്പെയർ റെഫേഴ്സ് ടു ദ എർത്ത്. ഹിയർ സ്പെയർ, ദ വേർഡ് സ്പെയർ റെഫേഴ്സ് ടു എർത്ത്, ഭൂമി എന്നാണ് അർത്ഥം. നെക്സ്റ്റ്, തേർഡ് ക്വസ്റ്റ്യൻ, ടാലൻസ് ഡിഫർ. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദിസ് എക്സ്പ്രഷൻ? ടാലൻസ് ഡിഫർ. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദിസ് എക്സ്പ്രഷൻ? ടാലൻസ് ഡിഫർ എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ടാലൻസ് ഡിഫർ എന്ന് പറഞ്ഞാൽ എന്താ? കഴിവുകൾ വ്യത്യാസമാണ്. അത് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ടാലൻസ് ഡിഫർ ഹിയർ ഇറ്റ് മീൻസ് ദാറ്റ് ഈച്ച് പേഴ്സൺ ഹാസ് ഹിസ് ഓർ ഹെർ ഓൺ എബിലിറ്റീസ്. ദേ vary from person to person. Talents differ. Here it means that each person has his or her own abilities. They vary from
person to person. Next question. How did the mountain and the squirrel settle their argument? How did the mountain and the squirrel settle their argument? Answer. They settled their argument by coming to a conclusion that if the squirrel cannot carry foresters on his back, neither can the mountain crack a nut. അവരെങ്ങനെ അവരുടെ ആർഗ്യുമെൻ്റ് വാദം അവസാനിപ്പിച്ചത്? ഒരു കൺക്ലൂഷനിൽ എത്തിച്ചായിരുന്നു അല്ലേ? എന്താണ്? ഐ കനോട്ട് ക്യാരി ഫോറസ്റ്റേഴ്സ് ഓൺ മൈ ബാക്ക്, ക്യാൻ യു ക്രാക്ക് എ നട്ട് ചോദിച്ചിട്ട്. എനിക്ക് എന്താണ് ഒരു ഫോറസ്റ്റേഴ്സിനൊന്നും ചുമക്കാൻ പറ്റില്ല, പക്ഷേ നിനക്ക് എന്ത് പറ്റും? നിനക്ക് ഒരു നട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് അവസാനിപ്പിച്ചത് അല്ലേ? ദേ സെറ്റിൽ ദെയർ ആർഗ്യുമെൻറ്റ് ബൈ കമ്മിങ് ടു എ കൺക്ലൂഷൻ ദാറ്റ് if the squirrel cannot carry foresters on his back, neither can the mountain crack a nut. Next question. Which one of the following does not match with the theme of the poem? Which one of the following does not match with the theme of the poem? അവിടെ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിലൊരെണ്ണം തീമുമായിട്ട് മാച്ച് ചെയ്യണില്ല എന്ന്. അതേതാണെന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, എവ്രി ക്രീച്ചർ ഇൻ ദ വേൾഡ് ബിഗ് ഓർ സ്മോൾ ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ്. സെക്കൻഡ് വൺ, ഈച്ച് പേഴ്സൺ ഹാസ് ഹിസ് ഓർ ഹെർ ഓൺ ഇൻഡിവിജ്വൽ ടാലൻസ്. തേർഡ്, എവറിത്തിങ് ഇൻ ദിസ് വേൾഡ് ഹാസ് റോൾ ഓഫ് ഇറ്റ്സ് ഓൺ. Nothing is greater or less than any other. Fourth one, the mountain requests for the squirrel's help. Which one of does not match with the theme of the poem? ഇതിൽ ഏതാണ് തീമിനോട് മാച്ച് ചെയ്യാത്തത്? ഫോർത്ത് വൺ, the mountain requests for the squirrel's help. The mountain requests for the squirrel's help. Understand? Okay, next activity 1. ഈ ആക്ടിവിറ്റീസ് നിങ്ങൾ ടെക്സ്റ്റിൽ ചെയ്താൽ മതി. Fill in the columns with appropriate expression given in the bracket. Fill in the columns with appropriate expression given in bracket. In bracket, very big, small, can carry forest on the back, can crack a nut. അവിടെ എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ഓരോരുത്തർക്കും സ്യൂട്ടബിൾ ആവുക നോക്കണം. ഫസ്റ്റ് സ്ക്യുരലിന് ഏതാ സ്യൂട്ടബിൾ ആവുക? ബിഗ് ആണോ സ്മോൾ ആണോ? സ്മോൾ അല്ലേ? സ്ക്യുരൽ സ്മോൾ ആണ്. നെക്സ്റ്റ് കോളത്തിൽ ഏതാ ആവുക? സ്ക്യുരലിന് മാച്ച് ആവുക? ക്യാൻ crack a nut. Can crack a nut. Next one, mountain, very big, can carry forest on the back. Can carry forest on the back. Next one, activity 2. Read the last 4 lines of the poem. A very pretty squirrel track. Talents differ. All is well and wisely put. If I cannot carry foresters on my back, neither can you crack a nut. In the first line, the word track has the same sound as the word back in the third line. The word track rhymes with the word back. Pick out more rhyming words from the poem. 4 lines are given here. In the first line, the last word track and the third line, last word back rhymes with each other. എന്താണ് പറയുന്നത്? ആ 4 ലൈൻസിലെ
ഫസ്റ്റ് ലൈനിലെ ലാസ്റ്റ് വേർഡായ ട്രാക്കും തേർഡ് ലൈനിലെ ലാസ്റ്റ് വേർഡായ ബാക്കും എന്താണ് റൈം ചെയ്യുന്നുണ്ടെന്ന്. പിക്ക് ഔട്ട് മോർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദി പോയം. നമ്മൾ റൈമിംഗ് വേർഡ്സ് പഠിച്ചിട്ടുണ്ടല്ലോ. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞു നിൽക്കുന്നത്, ഓരോ ലൈനിൻ്റെ ലാസ്റ്റ് വേർഡും നെക്സ്റ്റ് ലൈനിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്തെ ലൈനിനായിട്ട് ലൈനിൻ്റെ ലാസ്റ്റ് വേർഡും എന്താണ് സെയിം സൗണ്ടിലാണ് എൻഡ് ചെയ്യണമെങ്കിൽ അതാണ് റൈമിംഗ് വേർഡ്. ചിലപ്പോൾ തൊട്ടടുത്ത ലൈനിലായിരിക്കാം അല്ലെങ്കിൽ ഒന്നിടവിട്ട ലൈനിലായിരിക്കാം എന്ത് റൈമിംഗ് വേർഡ്സ് വരിക. ഇവിടെ ഒന്നിടവിട്ട ലൈനിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് റൈമിംഗ് വേർഡ്സ്? പിക്ക് ഔട്ട് മോർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദി പോയം. അപ്പോൾ ഇതെല്ലാവരും കണ്ടെത്തുക. ഓൾ ഓഫ് യു റീഡ് ദ പോയം അഗെയിൻ. പിക്ക് ഔട്ട് ദ റൈമിംഗ് വേർഡ്സ് ഫ്രം ദി പോയം. റൈറ്റ് റൈമിംഗ് വേർഡ്സ് ആ ലൈൻസിൽ എഴുതുക. റൈമിംഗ് വേർഡ്സ് ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്, ട്രാക്ക്, ബാക്ക്. ഫൈൻഡ് ഔട്ട് മോർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദി പോയം. റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ തൊട്ട് പഠിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ഇതിലും നമ്മൾ പഠിച്ചതാണ്, കഴിഞ്ഞ പോയത്തിലും പഠിച്ചതാണ്. അപ്പോൾ റൈമിംഗ് വേർഡ്സ് കണ്ടെത്തി എഴുതുക. പിന്നെ ടീച്ചർ നോട്ട് അയക്കുമ്പോൾ അതിൽ എന്ത് ചെയ്യുക, നോക്കുക. അത് നിങ്ങൾ എഴുതാത്ത വല്ല റൈമിംഗ് വേർഡ്സ് ഉണ്ടെങ്കിൽ എഴുതി വയ്ക്കുക. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. Read the following lines from the poem. The mountain and the squirrel had a quarrel, and the former called the latter little prig. In the third line, the sound l is repeated in the beginning of words later and little. This is an example for alliteration. Look at the lines. ലൈൻസിൽ തേർഡ് ലൈൻ, ആൻഡ് ദ ഫോർമർ കോൾഡ് ദ ലേറ്റർ ലിറ്റിൽ പ്രിഗ്. ആൻഡ് ദ ഫോർമർ കോൾഡ് ദ ലേറ്റർ ലിറ്റിൽ പ്രിഗ്. ഇൻ ദിസ് ലൈൻ ദ ലെറ്റർ the sound l is repeated in the beginning of word. l is repeated in the beginning of the word. l എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഏതിലൊക്കെ? ലേറ്റർ, ലിറ്റിൽ. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് അലിറ്ററേഷൻ. അതൊരു അലിറ്ററേഷൻ ആണെന്ന്. വാട്ട് ഈസ് എൻ അലിറ്ററേഷൻ? അലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. ഫിഗർ ഓഫ് സ്പീച്ച്. അലിട്രേഷൻ ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച്. ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അലങ്കാരം. അലങ്കാരം എന്നൊക്കെ പഠിച്ചില്ലേ മലയാളത്തിൽ പോയതിൽ? അതാണ് അലിട്രേഷൻ. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ ഓഫ് സെയിം കോൺസണൻറ്റ് ഇൻ എ ലൈൻ. ഒരു ലൈനിൽ തന്നെ ഒരു സൗണ്ട് വെച്ചിട്ടുള്ള ഒന്നിലധികം വാക്കുകൾ ഉണ്ടാവണതിനെയാണ് പറയുക അലിട്രേഷൻ എന്ന് പറയാം. ഒരു ലൈനിലെ റിപ്പീറ്റേഷനോ സെയിം സൗണ്ട് വെച്ചിട്ടുള്ള വാക്കുകൾ, ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഉണ്ടാവുന്നതിനാണ് അലിട്രേഷൻ എന്ന് പറയാം. ഒരു ബിഗിനിങ് വെച്ചിട്ട് മൈ മദർ is an example of alliteration. My mother. മ സൗണ്ട് ഈസ് റിപ്പീറ്റഡ്. അങ്ങനെ ഒരു വാക്കിൻ്റെ തുടക്കത്തിലുള്ള സൗണ്ട് അത് റിപ്പീറ്റായി വരിക ഒന്നിൽ കൂടുതൽ വാക്കുകൾക്ക് ഒരു ലൈനിൽ തന്നെ. അതാണ് എന്ത്? അലിട്രേഷൻ. അലിട്രേഷന് ഷീ ഷെൽസ് ബൈ ദ സീഷോർ. ഒരു എക്സാമ്പിളാണ് ഷീ ഷെൽസ് ബൈ ദ സീഷോർ. അവിടെ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഏതിലൊക്കെയാണ്? സെൽസ്, ഷെൽസിലെ സീഷോർ സൗണ്ടാണ് റിപ്പീറ്റ് ചെയ്യണത്. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഗോ ആൻഡ് ഗ്യാദർ ദ ഗ്രീൻ ലീവ്സ് ഓൺ ദ ഗ്രൗണ്ട്. ഗോ ആൻഡ് ഗ്യാദർ ദ ഗ്രീൻ ലീവ്സ് ഓൺ ദ ഗ്രാസ് ആണ്, ഗ്രൗണ്ട് അല്ല കേട്ടോ, സോറി. ഗോ ആൻഡ് ഗ്യാദർ ദ ഗ്രീൻ ലീവ്സ് ഓൺ ദ ഗ്രാസ്. സൗണ്ട് ഈസ് റിപ്പീറ്റഡ്. സൗണ്ട് ഈസ് റിപ്പീറ്റഡ്. ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ എന്താണ് അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ? റിപ്പീറ്റേഷൻ ഓഫ് സെയിം കോൺസണൻറ്റ് സൗണ്ട് ഇൻ എ ലൈൻ. വവ്വൽ സൗണ്ട് അല്ല. വവ്വൽ നമുക്കറിയാം അല്ലേ? എന്താണ് വവ്വൽ സൗണ്ട്? എ ഇ ഐ ഒ യു ആണ് വവ്വൽ സൗണ്ട്.
വവ്വലല്ലാത്ത ബാക്കിയുള്ള സൗണ്ടിനെയൊക്കെ എന്താണ് പറയുക? കോൺസണൻറ്റ് സൗണ്ടാണ്. കോൺസണൻറ്റ് സൗണ്ട്. അത് കോൺസണൻറ്റ് സൗണ്ട് വെച്ചിട്ടുള്ള വാക്കുകൾ ഒരു വരിയിൽ റിപ്പീറ്റായി വരുന്നതാണ് എന്ത്? അലിട്രേഷൻ. കോൺസണൻറ്റ് സൗണ്ട് വെച്ചിട്ടുള്ള വാക്കുകൾ റിപ്പീറ്റായിട്ട് ഒരു ലൈനിൽ തന്നെ വരുന്നതാണ് എന്ത്? അലിട്രേഷൻ എന്ന് പറയുന്നത്. ഈ നോട്ട് അയക്കുമ്പോൾ ടീച്ചർ അതിൽ കുറച്ചും കൂടി എക്സാമ്പിൾസ് വെച്ചിട്ട് അയക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? In the third line, the sound le is repeated the beginning of the words later, little. This is an example for alliteration. Look at another example. My love is a red rose is an example. In this example, r sound is repeated 3 times. My love is a red rose. The sound r is repeated. r എന്ന് പറഞ്ഞ സൗണ്ടാണ് റിപ്പീറ്റ് ചെയ്യണത്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അലിട്രേഷൻ. ഇതും അലിട്രേഷന് ഒരു എക്സാമ്പിളാണ്. അലിട്രേഷൻ എന്ന് പറഞ്ഞ ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. റിപ്പീറ്റേഷൻ ഓഫ് സെയിം കോൺസണൻറ്റ് സൗണ്ട് ഇൻ എ ലൈൻ. ഒരു ലൈനിൽ തന്നെ ഒരു കോൺസണൻറ്റ് സൗണ്ട് വെച്ചിട്ടുള്ള ഒന്നിൽ കൂടുതൽ വാക്കുകൾ വരുന്നതിനെയാണ് എന്ത് പറയുക? അലിട്രേഷൻ എന്ന് പറയുക. കോൺസണൻറ്റ് സൗണ്ട് എന്ന് പറഞ്ഞാൽ വവ്വലല്ലാത്ത ബാക്കിയുള്ള എല്ലാ സൗണ്ടുകളും എന്താണ്? കോൺസണൻറ്റ് സൗണ്ടുകളാണ്. വവ്വലല്ലാത്ത ബാക്കി എല്ലാ സൗണ്ടും, വവ്വൽ സൗണ്ട് അല്ലാത്ത ബാക്കിയുള്ള എല്ലാ സൗണ്ടിനെയും കോൺസണൻറ്റ് സൗണ്ട് എന്നാണ് പറയുക. രണ്ട് എക്സാമ്പിൾ ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി എക്സാമ്പിൾ ടീച്ചർ അയച്ചു തരാം. Now identify and write down words that are example for alliteration from the last 4 lines of the poem. Identify and write down that are example for alliteration from the last lines of our poem. നമ്മുടെ പോയത്തിൻ്റെ ലാസ്റ്റ് ലൈൻസിൽ നിന്ന് അലിട്രേഷന് എക്സാമ്പിൾസ് കണ്ടെത്താനാണ് പറയുന്നത്. All of you take your textbook, page number 76. ലാസ്റ്റ് 4 ലൈൻസ് നോക്കാം. ലാസ്റ്റ് 4 ലൈൻസിലെ talents differ, all is well and wisely put. All of you read that lines. Talents differ, all is well, wisely put. Which sound is repeated? V. Well, wisely put. V sound is repeated. This is an example of alliteration. അതെന്താണ്? അലിട്രേഷന് ഒരു എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് ലൈൻ. ഇഫ് ഐ കനോട്ട് ക്യാരി ഫോറസ്റ്റേഴ്സ് ഓൺ മൈ ബാക്ക്. If I cannot carry foresters on my back. Which sound is repeated? K sound. K sound. Cannot carry. K sound ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സൗണ്ടിനാണ് അലിട്രേഷനിൽ ഇമ്പോർട്ടൻ്റ്, സ്പെല്ലിങ്ങിനല്ല. K sound. Cannot carry. K sound is repeated. Next line. Neither can you crack a nut. Neither can you crack a nut. Which sound is repeated? K. Again, K sound is repeated. Which word? Can, crack. Can, crack. ഈ സൗണ്ടുകളാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് എഴുതാൻ പറഞ്ഞാൽ ഈ 3 ലൈൻസ് തന്നെ എക്സാമ്പിളാണ്. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഫ്രം ദിസ് പോയം. ഓൾ ഓഫ് യു ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾ ഫ്രം ദിസ് പോയം. ഈ പോയത്തിലെ അലിട്രേഷന് കൂടുതൽ എക്സാമ്പിൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി എഴുതാം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എന്താണ് അലിട്രേഷനും എങ്ങനെയാണ് അത് കണ്ടുപിടിക്കാൻ. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 4, പേജ് നമ്പർ 78. Write a summary of the poem choosing relevant statements from those given below. Write a summary of the poem choosing the relevant statement from those given below. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് റൈറ്റ് എ സമ്മറി ഓഫ് ദി പോയം.
ഒരു സമ്മറി പോയത്തിൻ്റെ ഒരു ആശയം എഴുതാനാണ് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് എന്താ? The mountain and the squirrel begin a quarrel with each other. They quarrel because the mountain feels that it is more important. The squirrel says that it takes a year to make all sort of things and weather. The squirrel says that he is quicker than the mountain. The mountain has got many trees on it. The squirrel says the mountain is wise. The squirrel is grateful to the mountain for giving him a path to move along. The poem tells us that everyone has his or her own talent, and hence everyone has a contribution to make. Everyone has a contribution to make. This is the sentence connected to this poem. All of you try to write a summary of poem choosing the relevant statement. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സെൻറ്റൻസ് എടുത്തിട്ട് നിങ്ങളൊരു സമ്മറി എഴുതുക. ഓൾ ഓഫ് യു റൈറ്റ് എ സമ്മറി ഓഫ് ദ പോയം ഇൻഡിവിജ്വലായിട്ട് എഴുതുക. ഐ വിൽ send you teacher's version. After that you can write the teacher's version. First everybody write individually, ഒറ്റയ്ക്ക് എഴുതണം. Now I think all of you understood the poem. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എഴുതുക. ഓക്കെ, താങ്ക് യു.